കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ.എസ്.ഇ.ബി ഓഫീസ് ആക്രമിച്ച കേസിൽ പ്രതിഷേധം ശക്തമാക്കി കെ.എസ്.ഇ.ബി.എം. ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. അതേസമയം മാനനഷ്ട കേസുമായി ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അജ്മലിന്റെ മാതാപിതാക്കൾ. ഓഫീസ് ആക്രമിച്ച് ഉപകരണങ്ങളടക്കം നശിപ്പിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. കുറ്റക്കാരായ അജ്മൽ, ഫഹദ് എന്നിവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു. സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം അധികൃതർ ഉറപ്പുവരുത്തണമെന്നും ആവശ്യമുയർന്നു. ഇവിടെ വളരെ സമാധാനപൂർവ്വം തൊഴിലാളികൾക്ക് പണിയെടുക്കാനും അവർ പണിയെടുക്കുന്ന കേന്ദ്രം ഓഫീസ് സമാധാനപരമായി തുറന്നു വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനും ജനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കാനുള്ള സാഹചര്യവും ഒരുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വിനീതമായിട്ടുള്ള അഭിപ്രായം. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു സംഘർഷമുണ്ടായത്. തിരുവമ്പാടി സ്വദേശിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ അജ്മലും സഹോദരനും ഓഫീസിലെത്തി ആക്രമണം നടത്തിയെന്നാണ് പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ കെ.എസ്.ഇ.ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വനിതാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതായും ജീവനക്കാർ ആരോപിച്ചിരുന്നു. ഏകദേശം 3.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും കെ.എസ്.ഇ.ബി കണക്കാക്കിയിരുന്നു. തുടർന്ന് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ കെ.എസ്.ഇ.ബി CMD നിർദ്ദേശം നൽകിയത് വിവാദമായിരുന്നു. അജ്മലിന്റെ പിതാവ് റസാഖും മാതാവും കെ.എസ്.ഇ.ബി ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമരപരിപാടികളുമായി ജീവനക്കാർ രംഗത്തെത്തിയത്. അതേസമയം മാനനഷ്ടത്തിന് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനാണ് റസാഖിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. ജനം, കോഴിക്കോട്.